നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് മലയാളി താരം സഞ്ജു സാംസന്റെ T20 ഫോമിനെ കുറിച്ചാണ്. അയർലൻഡിനെതിരായ പരമ്പരയിലും ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20 മത്സരത്തിലും സഞ്ജുവിന് പ്രതീക്ഷിച്ച രീതിയിൽ തിളങ്ങാൻ സാധിക്കാതെ പോയതാണ് വലിയ തോതിലുള്ള വിമർശനങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്. അയർലൻഡ് പര്യടനത്തിലെ 2 മത്സരങ്ങളിൽ യഥാക്രമം 5ഉം 0ഉം റൺസ് എടുത്ത് പുറത്തായ സഞ്ജുവിന് ഇംഗ്ലണ്ടിനെതിരായ 1ാം പോരാട്ടത്തിലും ആ ഫോം തിരിച്ചുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ചെസ്റ്റർലി സ്ട്രീറ്റിൽ നടന്ന ആ മത്സരത്തിൽ കേവലം 7 പന്തുകളിൽ നിന്ന് ഒരൊറ്റ റണ്ണ് മാത്രം എടുത്ത് നിൽക്കുമ്പോഴാണ് താരം പവലിയനിലേക്ക് മടങ്ങിയത്. ഇതോടെ സഞ്ജുവിനെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റണമെന്നും പകരം ടീമിലെ യുവവിസ്മയമായ വൈഭവ് സൂര്യവംശിയെ ഓപ്പണറായി കളിപ്പിക്കണമെന്നുമുള്ള ആവശ്യങ്ങളുമായി ഒരു വിഭാഗം ആരാധകരും മുൻ താരങ്ങളും രംഗത്തെത്തി കഴിഞ്ഞിരുന്നു. എന്നാൽ കാര്യങ്ങളെ കുറച്ചുകൂടി ആഴത്തിൽ വിശകലനം ചെയ്താൽ ഇന്ത്യൻ T20 ടീമിൽ നിന്ന് അടിയന്തരമായി മാറ്റി നിർത്തേണ്ടത് സഞ്ജു സാംസണെയല്ല, മറിച്ച് നിലവിലെ വൈസ് ക്യാപ്റ്റനും മധ്യനിര ബാറ്ററുമായ തിലക് വർമ്മയാണെന്നാണ് വ്യക്തമാകുന്നത്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കേണ്ട തിലക് വർമ്മയുടെ സ്ലോ ബാറ്റിംഗ് അഥവാ മെല്ലെപ്പോക്ക് സമീപനം ഇന്ത്യൻ ടീമിന്റെ സ്കോറിംഗ് വേഗതയെ മൊത്തത്തിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. മാത്രമല്ല, ടോപ്പ് ഓർഡർ ബാറ്റർമാരിൽ മാത്രം ചർച്ച ഒതുങ്ങുമ്പോൾ തിലക് പലപ്പോഴും അവിടെ നിരക്ഷപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മികച്ച ഫോം ഉണ്ടായാലും അതുപോലെ തന്നെ നിരാശപ്പെടുത്തിയാലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് സഞ്ജു, ഇഷാൻ, അഭിഷേക് ശർമ്മ എന്നിവരിലേക്കാണ്. എന്നാൽ ആ ചർച്ച ഒരിക്കലും തിലകിലേക്ക് നീങ്ങാറില്ല. IPL-ലും താരത്തിന്റെ ശരാശരിയിൽ താഴെ മാത്രം പ്രകടനമാണ് കണ്ടത്. ആ തിലകിനെയാണ് ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായി ചുമതലപ്പെടുത്തിയത്. മോശം പ്രകടനം നടത്തിയിട്ടും എന്തിനാണ് തിലകിന് ഇത്രയും അവസരങ്ങൾ നൽകുന്നതെന്ന ചോദ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ T20 മത്സരത്തിൽ 13 പന്തുകൾ നേരിട്ട തിലക് വെറും 13 റൺസ് മാത്രമാണ് നേടിയത്. അതിൽ ഒരേയൊരു ബൗണ്ടറി മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ സാധിച്ചത്. തിലകിന്റെ കഴിഞ്ഞ 3 അന്താരാഷ്ട്ര മത്സരങ്ങളിലെ പ്രകടനം പരിശോധിച്ചാൽ ഈ മന്ദഗതിയിലുള്ള ബാറ്റിംഗ് ശൈലി കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അവസാന 3 ഇന്നിംഗ്സുകളിൽ 21 പന്തിൽ 19 റൺസ്, 46 പന്തിൽ 55 റൺസ്, തുടർന്ന് 13 പന്തിൽ 13 റൺസ് എന്നിങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. T20 ക്രിക്കറ്റിന്റെ അതിവേഗ സ്വഭാവത്തിനൊട്ടും അനുയോജ്യമല്ലാത്ത ഈ മെല്ലെപ്പോക്ക് തുടരുന്ന സാഹചര്യത്തിൽ തിലക് വർമ്മയെ പ്ലേയിങ് ലെവലിൽ നിന്ന് മാറ്റുക എന്നത് ടീമിന്റെ വിജയത്തിന് ആവശ്യമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞു. തിലക് വർമ്മയെ മധ്യനിരയിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ അത് ഇന്ത്യൻ ബാറ്റിംഗ് ഓർഡറിന് പുതിയ ഊർജ്ജം നൽകും. അങ്ങനെ വന്നാൽ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം 15 വയസ്സ് മാത്രം പ്രായമുള്ള പ്രതിഭ വൈഭവ് സൂര്യവംശിയെയും ഓപ്പണിംഗിൽ പരീക്ഷിക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ആഭ്യന്തര ക്രിക്കറ്റിലും IPL-ലും മികച്ച പ്രകടനങ്ങളിലൂടെ കായിക ലോകത്തെ അതിശയിപ്പിച്ച വൈഭവിനെ ഇനിയും റിസർവ് ബെഞ്ചിൽ ഇരുത്തി അവസരങ്ങൾ നിഷേധിക്കുന്നത് ഒട്ടും നീതിയുക്തമല്ല. മാത്രമല്ല, ടീമിലെ മുൻ താരങ്ങളടക്കം രംഗത്തെത്തി കഴിഞ്ഞു. രവിശാസ്ത്രി അടക്കം കടുത്ത ഭാഷയിലാണ് വൈഭവിനെ മാറ്റിയതിനെതിരെ നിരന്തരമായി പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ടീം മാനേജ്മെന്റ് പ്രകടിപ്പിക്കുന്ന ഈ അനാവശ്യമായ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇംഗ്ലണ്ടിനെതിരായ 2ാം T20 മത്സരത്തിൽ തന്നെ വൈഭവിന് അരങ്ങേറ്റത്തിന് അവസരം നൽകേണ്ടതായി ഉണ്ട്. പക്ഷെ അവിടെ ഒരു സംശയം വരുന്നത് വൈഭവിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം സഞ്ജുവിനെ ടീമിൽ നിന്ന് കളയേണ്ടതില്ല എന്നതാണ്. സഞ്ജു മികച്ചൊരു താരമായതുകൊണ്ടും ഇന്ത്യക്ക് വേണ്ടി അവസരങ്ങൾ ലഭിക്കുന്നത് കൊണ്ടും തന്നെ എല്ലാ കണ്ണുകളും സഞ്ജുവിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ്. അവിടെ തിലകിന്റെയോ ഇഷാന്റെയോ അഭിഷേകിന്റെയോ പേരൊന്നും വരുന്നില്ല. ഇപ്പോൾ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടാൽ സഞ്ജുവിന് അത്ര സ്മൂത്തായ ഒരു എൻട്രി വീണ്ടും ഇന്ത്യൻ ടീമിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ കളിക്കുക എന്നത് സഞ്ജുവിന്റെ മാത്രം ഒരാവശ്യമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിന് മുന്നിൽ ഓപ്ഷനുകളുണ്ട്. പക്ഷേ സഞ്ജുവിനെ തന്റെ പ്രതിഭ തെളിയിക്കാൻ ഒരവസരം കൂടി ലഭിച്ചാൽ അത് മുതലാക്കിയേ മതിയാകൂ. നിലവിൽ ഓപ്പണിംഗ് പൊസിഷനിൽ വലിയ സ്കോറുകൾ കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സഞ്ജുവിന് തന്റെ പ്രിയപ്പെട്ട പൊസിഷനായ 3ാം നമ്പറിലേക്ക് മാറാൻ ഇതിലൂടെ അവസരം ലഭിക്കുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. 3ാം നമ്പറിൽ കളിക്കുമ്പോൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും സ്വതന്ത്രമായും ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കുമെന്നത് മുൻകാല മത്സരങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 4ാം നമ്പറിൽ നായകൻ ശ്രേയസ് അയ്യർ ഉറച്ചു നിൽക്കുമ്പോൾ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷനെ 5ാം നമ്പറിലേക്ക് മാറ്റിയാലും അത് ബാറ്റിംഗ് നിരയുടെ കരുത്ത് ഒട്ടും തന്നെ കുറയ്ക്കുകയില്ല. മാത്രമല്ല, ആദ്യ മത്സരത്തിന്റെ തകർപ്പൻ വെടിക്കെട്ട് ബാറ്റിംഗ് പുറത്തെടുത്ത ശിവം ദുബെയുടെ ഫോമും മധ്യനിരയിൽ ഇന്ത്യക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായി ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡർ ബാറ്റിംഗ് തുടക്കത്തിൽ തന്നെ തകരുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ബാറ്റിംഗ് ഓർഡറിൽ ചെറിയ ചില പരീക്ഷണങ്ങളും മാറ്റങ്ങളും വരുത്തുന്നത് ഉത്തമം തന്നെയായിരിക്കും. എന്തായാലും കോടിക്കണക്കിന് ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കുന്ന വൈഭവ് സൂര്യവംശിയെ ഇനിയും ടീമിനെ പുറത്തിരുത്താൻ മാനേജ്മെന്റിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ടിനെതിരായ 2ാം പോരാട്ടത്തിൽ താരം പ്ലേയിങ് ലെവലിൽ ഇടം പിടിക്കുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കാം. പകരം ആര് പോകുമെന്നാണ് കണ്ടറിയേണ്ടത്. എന്നാലും തിലകിലേക്ക് ആ ഒരു ചിന്ത നീളാലും അത്ഭുതപ്പെടാനില്ല. വൈഭവിന് ഒരിടം കണ്ടെത്താനായി സഞ്ജു സാംസനെ പോലെ ഒരു സീനിയർ താരത്തെ പുറത്താക്കുന്നതിനേക്കാൾ ഏറ്റവും ഉചിതം പ്രായോഗികമായ ഒരു തീരുമാനം വരുന്നത് ഫോം കണ്ടെത്താൻ പാടുപെടുന്ന വൈസ് ക്യാപ്റ്റൻ കൂടിയായ തിലക് വർമ്മയ്ക്ക് വിശ്രമം നൽകി പകരം വൈഭവിനെ ടീമിലേക്ക് കൊണ്ടുവരിക എന്നത് തന്നെയായിരിക്കും.
തുടർച്ചയായ മത്സരങ്ങളിൽ ടീമിന്റെ റൺ റേറ്റ് കുറയ്ക്കുന്ന ബാറ്റിംഗ് ശൈലി തുടരുന്ന തിലകിനെ മാറ്റി നിർത്താൻ സെലക്ടർമാർ തയ്യാറാകുമോ അതോ സഞ്ജുവിനെ വീണ്ടും ബലിയാടാക്കുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കണ്ടറിയേണ്ടത്.